ഫേസ് മാത്രമല്ല നമ്മുടെ മൊത്തത്തിലുള്ള ബോഡി എക്സ്ഫോളിയേറ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത വളരെ കൂടുതലാണ്. ബിക്കോസ് നമ്മുടെ ഡെഡ് സെൽസ് എല്ലാം റിമൂവ് ആയിട്ട് നമ്മുടെ ചർമ്മത്തിലെ അഴുക്കും അമിതി എണ്ണയൊക്കെ നീക്കം ചെയ്ത് ചർമ്മം കുറച്ചുകൂടി ഒന്ന് ബ്രൈറ്റ് ആകാനായിട്ട് അത് സഹായിക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അത്തരത്തിലുള്ള ഒരു എക്സ്ഫോളിയേറ്റർ ആണ്. വളരെ ഈസി ആയിട്ട് കോഫി ഉപയോഗിച്ച് തയ്യാറാക്കാവുന്ന ഒരു എക്സ്ഫോളിയേറ്റർ ആണ് തയ്യാറാക്കുന്നത്. സോ എങ്ങനെ തയ്യാറാക്കാം നോക്കാം. അപ്പം നമുക്ക് ഈ ഒരു സ്ക്രബ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. കുറച്ച് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. ഏകദേശം ഒരു 2 സ്പൂൺ, ഈ ഒരു സ്പൂണിന് 2 സ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ. വളരെ കുറച്ച് അളവിനാണ് തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പം നിങ്ങൾ തയ്യാറാക്കുമ്പോൾ അതിനനുസരിച്ച് എടുക്കുക. അടുത്തത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പഞ്ചസാരയാണ്. പഞ്ചസാര ഇത്ര എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും യൂസ് ചെയ്യില്ല. ഒരുപാട് പഞ്ചസാര സ്കിന്നിന് നല്ലതായിരിക്കില്ല. അപ്പോൾ ചെറിയ തരികളായിട്ടുള്ള പഞ്ചസാര എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് തേനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് മിക്സ് ആക്കാൻ ആവശ്യമായ അളവിലുള്ള തേൻ എടുക്കാം. അടുത്തത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് റോസ് വാട്ടർ ആണ്. നമുക്ക് റോസ് വാട്ടർ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാൽ എടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ റോസ് വാട്ടർ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇത് മുഴുവൻ ആവശ്യം വരില്ല. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു എംപ്റ്റി ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോഫി പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഇത്രയും കോഫി പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രത്തോളം വേണോ അത്രത്തോളം കോഫി പൗഡർ എടുക്കുക. ഇതിപ്പോൾ നമുക്ക് ബോഡി സ്ക്രബായിട്ട് യൂസ് ചെയ്യാനുള്ളതാണ്. നിങ്ങളപ്പോൾ എടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കോഫി പൗഡറിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പല സ്കിൻ പ്രോബ്ലംസും ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കാരണം ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് ഈ ഒരു കോഫി പൗഡർ സഹായിക്കുന്നുണ്ട്. അത് മാത്രമല്ല നല്ലൊരു എക്സ്ഫോളിയേറ്റർ കൂടെയാണ് ഈ ഒരു കോഫി പൗഡർ. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാര ഞാൻ ചേർക്കുന്നത് ഇത്രയും കോഫി പൗഡറാണുള്ളതെങ്കിൽ ഇതിനനുസരിച്ച് ഒരു കുറച്ച്, അതായത് ഈ ഒരു സ്പൂണിന് ഇത്തിരി പഞ്ചസാര മാത്രമേ ചേർക്കുന്നുള്ളൂ. കാരണം ഒരുപാട് പഞ്ചസാര ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യും. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര നല്ല ഒരു എക്സ്ഫോളിയേറ്റർ ആണ്. മാത്രമല്ല ചെറുതായിട്ട് നമ്മുടെ സ്കിന്നിനെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ടും പഞ്ചസാരയെ കൊണ്ടാകും. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോണത് തേനാണ്. അപ്പം തേൻ ഞാൻ ഇത്രയും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. 1 സ്പൂൺ. സ്കിൻ നന്നായിട്ടൊന്ന് ഡീപ്പായി മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ തേനാകട്ടെ ഒട്ടും ഓയിലി ആക്കിയില്ല നമ്മുടെ സ്കിന്നിനെ. ഇനി ഇതിലേക്ക് ഈ ഒരു സ്പൂണിന് ഒരു 1/2 സ്പൂണോളം റോസ് വാട്ടർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. 1/2 സ്പൂൺ മാത്രമാണ് റോസ് വാട്ടർ ഞാൻ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് തിക്നെസ്സിനനുസരിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. അളവ് കൂടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം അലിഞ്ഞ് പേസ്റ്റ് പോലെ ആവും. അളവ് കുറഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇത് ഞാനിവിടെ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ സ്ക്രബ് തയ്യാറായിട്ടുണ്ട്. ഇത് നമ്മൾ ബോഡിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് നമ്മൾ വെള്ളമൊക്കെ വെച്ചിട്ടൊന്ന് ബോഡി ഒന്ന് നനച്ചതിന് ശേഷം മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. കണ്ടില്ലേ, നമുക്ക് ഈ ഒരു തരി പോലെ കിട്ടുകയും ചെയ്യും. ഒട്ടും അലുത്ത് പോയിട്ടുണ്ടാവില്ല. ഇത് നമുക്ക് ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് റഫായിട്ടൊന്നും സ്ക്രബ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. വളരെ ലൈറ്റായിട്ട് ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിങ്ങനെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് ഇരിക്കാൻ വിട്ടിട്ട് കഴുകി മാറ്റിയാൽ മതി. അപ്പോൾ കണ്ടില്ലേ, സ്ക്രബ് ചെയ്ത് നല്ല പാകത്തിനായിട്ടുണ്ട്. ഇങ്ങനെ ഒരു 2 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് കഴുകി മാറ്റാം. അപ്പം ഞാൻ നന്നായിട്ട് സ്ക്രബൊക്കെ കഴുകി മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ചർമ്മം കുറച്ചുകൂടെ സോഫ്റ്റ് ആയതായിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മുടെ ഡെഡ് സെൽസ് എല്ലാം റിമൂവ് ആവുകയും ചെയ്യും. അപ്പോൾ നിങ്ങളും ഈ ഒരു സ്ക്രബ് ട്രൈ ചെയ്ത് നോക്കുക.